തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് റൂറൽ ജില്ലയിൽ കനത്ത സുരക്ഷയൊരുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ. 1600 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കുമെന്നും SP പറഞ്ഞു. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് റൂറൽ ജില്ലയിൽ കനത്ത സുരക്ഷയൊരുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ. 1600 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. 6 കമ്പനി ബറ്റാലിയനും 8 സബ് ഡിവിഷനുകളിൽ ഓരോ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 14 സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും നിലവിലുണ്ടാകും. കൂടാതെ 66 മൊബൈൽ പെട്രോൾ യൂണിറ്റ്, 25 പേരടങ്ങുന്ന 14 സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രധാന സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുണ്ടാവും. കുറ്റ്യാടി, നാദാപുരം, ചോമ്പാൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നേരത്തെയുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക സുരക്ഷയൊരുക്കും. വയനാടിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ താമരശ്ശേരിയിൽ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കും. ഈ കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജില്ലയെ നമ്മൾ 8 സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 നോർമലി ലോ ആൻഡ് ഓർഡർ സബ് ഡിവിഷൻ, നമ്മളത് 8 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാ സബ് ഡിവിഷൻ ഹെഡ് ചെയ്യുന്നതും ഒരു DYSP റാങ്ക് ഓഫീസറായിരിക്കും. അതുകൂടാതെ തന്നെ സ്റ്റേഷൻ ലെവലിൽ നമുക്ക് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട്. 14 സ്റ്റേഷൻ ലെവൽ സ്ട്രൈക്കേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന സബ് ഡിവിഷൻ ഹെഡ് ചെയ്യുന്ന DYSPസിന് വേറെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഒരു പ്ലട്ടൂൺ, അതായത് ഒരു 25 അംഗമുള്ള ഒരു സ്ട്രൈക്കിംഗ് പാർട്ടി 14 എണ്ണം അങ്ങനത്തെ സ്ട്രൈക്കിംഗ് പാർട്ടി നമ്മൾ ജില്ലയിലെ വിവിധ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ജില്ലയിൽ മൊത്തം 66 മൊബൈൽ പെട്രോളിംഗ് നമ്മൾ ഏർപ്പെടുന്നതാണ്. ഇത് ഞാൻ കോഴിക്കോട് റൂറൽ ജില്ലേൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. 66 സ്റ്റേഷൻ മൊബൈൽസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ SHO മൊബൈൽസ് ഒരു 26 എണ്ണം വേറെ ഉണ്ടാവും. പിന്നെ DYSPമാരുടെ മൊബൈൽസ് വേറെ, ആൻഡ് സ്റ്റേഷൻ സ്ട്രൈക്കേഴ്സും സബ് ഡിവിഷൻ സ്ട്രൈക്കേഴ്സും ജില്ലാ പോലീസ് മേധാവിൻ്റെ 14 സ്ട്രൈക്കേഴ്സ് വേറെ ഉണ്ടാവും. ഇതുകൂടാതെ തന്നെ നമുക്ക് ബറ്റാലിയനിൽ നിന്ന് വേറെ 6 കമ്പനികൾ വരുന്നുണ്ട്. ആ 6 കമ്പനികളും നമ്മൾ 6 കമ്പനികളാണ് പ്ലട്ടൂൺ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ സെൻസിറ്റീവ് ലൊക്കേഷനിൽ കൊടുക്കുന്നത്. സോ ടോട്ടൽ ഇൻ അവർ ഡിസ്ട്രിക്ട് ജില്ലയിലെ ഓൾമോസ്റ്റ് 80% മൊബിലൈസ്ഡ് ആണ്. എസെൻഷ്യൽ ഡ്യൂട്ടി എല്ലാം മാറ്റിയിട്ട് 1237 ജില്ലയിലെ പോലീസും അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന 6 കമ്പനിയും ആകുമ്പോൾ ഓൾമോസ്റ്റ് 1600 പോലീസ്മെൻ വിൽ ബി ഓൺ ഡ്യൂട്ടി സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഈവനിങ്, ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ഓൾസോ. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടും മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അത് സ്റ്റേഷൻ തലത്തിൽ നടത്തിയിട്ടുണ്ട്, സബ് ഡിവിഷൻ തലത്തിൽ നടത്തിയിട്ടുണ്ട്, ജില്ലാ പോലീസ് ഓഫീസ് തലത്തിൽ നടത്തിയിട്ടുണ്ട്, കലക്ട്രേറ്റ് ലെവലിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ പാർട്ടീസും നമ്മളുമായിട്ട് ലൈസൺ ചെയ്ത് നമ്മൾ കുറേ കോപ്പറേഷനിലാണ് പോകുന്നത്. സോ വി ആർ എക്സ്പെക്റ്റിംഗ് പീസ്ഫുൾ കൗണ്ടിങ്. അറ്റ് ദ സെയിം ടൈം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് വിൽ റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി, പ്രോംപ്റ്റ്ലി ആൻഡ് വെരി വെരി സ്ട്രോങ്ലി. ദാറ്റ് ഈസ് വെരി ക്ലിയർ. എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ ആക്ഷൻ വിൽ ബി വെരി സ്ട്രോങ് ആൻഡ് ഇറ്റ് വിൽ ബി വെരി പ്രോംപ്റ്റ്. അതിലൊരു ഇതുണ്ടാവില്ല. അത് ഇൻഷുർ ചെയ്യാൻ തന്നെയാണ് നമുക്ക് മാക്സിമം മാൻ പവർ നമ്മൾ വിനിയോഗിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്കൊരു കൗണ്ടിങ് സെൻറ്റർ ഉണ്ട്. അത് ഇവിടെ വയനാട് HPCൻ്റെ കൗണ്ടിങ് സെൻ്ററാണ് കോഴിക്കോട് റൂറലിൽ താമരശ്ശേരിയിലുള്ളത്. അതിൻ്റേതായിട്ടുള്ള ബന്ദോബസ്തിനായിട്ടും 2 DYSPസും IPസും ആസ് പെർ ECI norms that is also there. So this is what I wanted to tell. This is the security and arrangements that have been made. I reiterate, ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വി വിൽ ബി വെരി സ്ട്രോങ്. ബട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വി ഹാവ് സ്പോക്കൺ ടു ഓൾ ദ പാർട്ടീസ്. എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ആൻഡ് എവരിബഡി ഈസ് സപ്പോർട്ടിംഗ് പോലീസ് ആക്ഷൻ ഇഫ് എനി ഇഷ്യൂ ഹാപ്പൻസ്. ദാറ്റ് വിൽ ബി ദെയർ. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ സൈബർ പരാമർശത്തിൽ തിരുവനന്തപുരത്തെ സൈബർ വിങ്ങുമായി ചേർന്ന് അന്വേഷണം നടക്കുകയാണ്. ഇതു സംബന്ധിച്ച് ഫേസ്ബുക്ക് കമ്പനിയായ മെക്ടയ്ക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരം വിവരങ്ങൾ കൈമാറാൻ അവർക്ക് സമയമുണ്ടെന്ന് SP പറഞ്ഞു. അന്വേഷണം ഊർജിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. See, that investigation is going on. We have to send we have taken cases. നമ്മൾ കേസ് എടുക്കാൻ വേണ്ടി മാറുന്നില്ല. We have taken cases. We have actually sent reports to Meta. മൾട്ടിപ്പിൾ റിമൈൻഡേഴ്സ്. അത് നമ്മുടെ സൈബർ ഡിവിഷൻ ഉണ്ട് ട്രിവാൻഡ്രത്ത്, അതുമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. വൺസ് വി ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം മെറ്റ
we'll be able to take it forward. The professional then we investigate the investigation will be done. No, there are actually അവരുടെ ഈ IT ആക്ട് പ്രകാരം ചില സമയങ്ങളുണ്ട്. അത് പ്രകാരം നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. That they are supposed to give within that time. If they are not giving within that time, we will take further legal-ആയിട്ട് നമ്മൾ legal recourse എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും to make Facebook and Meta accountable. That also we are doing. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.